ഇതുകൊണ്ടല്ലോ മദ്രസൊക്കെ വിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അവൾ നൂല് സൂചിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അവളെ ചെറുതായിട്ടൊന്ന് സോപ്പിടാൻ വേണ്ടി ചെന്നതാട്ടോ. എനിക്ക് കടയിൽ നിന്ന് 1-2 സാധനം ആവശ്യമുണ്ട്. അപ്പോൾ ഓൾ ഈ നൂല് സൂചിയായിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര മടിയാട്ടോ. ഓളാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഇൻസ്റ്റയിലൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഫോണൊക്കെ എടുത്ത് ടൈമിലൊക്കെ ഇന്ന് കളി. അപ്പോൾ എന്തായാലും മുട്ടായി വാങ്ങാൻ പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ നല്ല കുട്ടിയായിട്ടൊക്കെ ഇറങ്ങി. അല്ലെങ്കിലൊക്കെ ഇഷ്ടമാട്ടോ, കടയിൽ പോകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ തുന്നാനൊക്കെ ഇരിക്കുമ്പോൾ ചെറിയൊരു മടിയാണ്. ഏതായാലും ഓളെ പറഞ്ഞയച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ഓളോട് വർത്തനം പറഞ്ഞതൊക്കെ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ചുകൊണ്ടാണ് കേട്ടോ. ഞാൻ പിന്നെ അടുക്കളയ്ക്ക് ഒരു ഓട്ടമായിരുന്നു. വേഗം അരി അതിലേക്ക് ഇട്ടു. നല്ല വെള്ളം തിളച്ചിട്ടായിരുന്നു. കുക്കറിലാണ് നമ്മൾ ചോറ് വെച്ചത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് അപ്പോഴൊക്കെ തന്നെ ഓള് വന്ന്. നമ്മളിവിടെ അടുത്ത് തന്നെ വളവ് തിരിഞ്ഞാൽ അപ്പുറത്ത് തന്നെയാണല്ലോ കട. സൈക്കിൾ മേലും കൂടി ആകുമ്പോൾ പെട്ടെന്ന് എത്തും. പിന്നെ വേഗം പരിപ്പ് കൊണ്ടുവന്ന് ഞാൻ വെള്ളത്തിലിട്ടു. പിന്നെ അത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചതക്കി എടുക്കുകയാണ് കേട്ടോ, നമ്മൾ മീനിക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇന്നലെ നമ്മൾ അങ്ങാടിക്ക് പോയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ചെമ്പല്ലി മീൻ, നല്ല കഷ്ണമീനാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് എനിക്കാണെങ്കിൽ മീനിൽ ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പച്ചമുളകൊക്കെ കൂടുതൽ ഇട്ടിട്ട് നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അത് പൊരിക്കാൻ നേരം അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. പിന്നെ നമുക്ക് പരിപ്പൊക്കെ ഇടാൻ ചക്കക്കുരുണ്ട്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഇന്നലെ അമ്മ വന്നപ്പോൾ എൻ്റെ അമ്മമാരുടെ ആങ്ങളല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ മൂപ്പര് വന്നപ്പോൾ ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കൊല്ലം ചക്ക കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ചെറിയ നാത്തൂൻ്റെ അവിടെ നിന്നാണ് കൂടുതൽ ചക്കയും കാര്യങ്ങളൊക്കെ കിട്ടാറുള്ളത്. പ്രാവശ്യം കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഈ ചക്ക കിട്ടിയത്. അപ്പോൾ ഞാനത് കഴിച്ചിട്ട് ചക്കയുടെ കുരു വേഗം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചത്. എപ്പോഴെങ്കിലും കിട്ടുന്ന സംഭവമാണല്ലോ. അപ്പോൾ ഇത് മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കണമല്ലോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ച സാധനമല്ലേ. ഇപ്പോഴത്തെ മക്കളൊന്നും ഇത് കഴിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇതും കഴിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ച് കുറച്ചതിന് ഉള്ളതിനും അധികമൊന്നും ഇല്ല. ഒരു 5-8 ചക്കക്കുരു തന്നെ ഉള്ളൂ കേട്ടോ. ചക്കച്ചോളം അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേഗം അത് അടുപ്പത്ത് വെച്ചപ്പോൾ ഞാൻ പരിപ്പിനും അതിനൊക്കെ ഏകദേശം ഒരു വേവാവുമല്ലോ അല്ലേ. അപ്പോൾ രണ്ടും കൂടി ഒരു ഒപ്പം തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചത്. ചോറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ആ കുക്കറിൽ തന്നെ ചോറ് ഊറ്റി വെച്ചിട്ട് വേഗമാണ് വെച്ച്. ഇനിയിപ്പോൾ 2 കുക്കറൊക്കെ എല്ലാം കൂടി മോറാനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും അടുപ്പത്ത് വെച്ച്. ഇന്നിപ്പോൾ എന്താ അറിയില്ല, ഗ്യാസ് അടുപ്പ് ഒരു അടുപ്പിന് ഭയങ്കര ഒരു പ്രശ്നം കേട്ടോ. കത്തണ തന്നെയല്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ആ അടുപ്പിൽ തന്നെ കടന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ ആ അടുപ്പിലത്ത് നമ്മൾ കുക്കറിൽ ചക്കക്കുരൊക്കെ വേകുന്ന സമയം കൊണ്ട് ക്യാബേജ് തോരനും ഉണ്ടാക്കി വെച്ചു. പിന്നെ പപ്പടം എന്തായാലും ഇപ്പോൾ ഇവിടെ നിർബന്ധമാണല്ലോ. പപ്പടവും പൊരിച്ചു, തൂമിക്കാനുള്ളതും ഒക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മീൻ പൊരിക്കാനുള്ള അത് ചട്ടി വെച്ചിട്ടു. ആ അടുപ്പാണ് ആ നടുവത്തെ അടുപ്പില്ല, അതിനാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. അപ്പോൾ ഞാൻ അതെടുത്ത് ഇപ്പുറത്തേക്ക് തന്നെ വെച്ചിട്ട് മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കർക്ക് ഒരു തൂമിച്ചിട്ട് കടുക് വറുത്തതാണ് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റായി. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇന്നൊരു വണ്ടീൻ്റെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് സ്കൂളൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ മൂപ്പര് അതിന് വേണ്ടിയിട്ട് എന്തോ കൊണ്ടുപോയിക്കോ അങ്ങനെ കൊടുക്കോ പോയതേന്ന്. അപ്പോൾ ഞാൻ ചോറൊക്കെ വളരെ മേശപ്പുറത്ത് വെച്ചപ്പോക്കുന്നുണ്ട് മൂപ്പര് വരുന്നത്. അപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ. ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനാണല്ലോ എന്നൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇതുമുന്നുള്ളതാണ് ഞാൻ വിളമ്പി വെക്കണം. ഓൾ എപ്പോഴും പറയും ഉമ്മച്ചി വിളമ്പി വെച്ചാലേ എനിക്ക് കറക്റ്റ് ആവുള്ളൂ, ഞാൻ വിളമ്പിയാലേ ഒന്നിലേക്ക് കുറേ അല്ലെങ്കിൽ കൂടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അടിപൊളിയല്ലേ. അപ്പോൾ ഇന്നത്തെ അടുത്ത വീഡിയോ കാണാൻ